പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലുള്ള ഒരു ചെറിയ ഗ്രാമം. പ്രകൃതി സൗന്ദര്യം തുളുമ്പുന്ന ഈ ഗ്രാമത്തിന്റെ ഒരറ്റത്ത് പ്രതാപം വിളിച്ചോതുന്ന പുത്തൻ പുറക്കൽ തറവാട് സ്ഥിതി ചെയ്യുന്നു. ആ നാട്ടിലെ വലിയ പ്രമാണിയായ രാഘവൻ നായരുടെ വീടാണത്. വെളുത്ത നിറത്തിലുള്ള ആ വലിയ മാളികയും അതിനു മുന്നിലെ വിശാലമായ പടിപ്പുരയും ഗ്രാമത്തിലെ എല്ലാവരെയും ഭയത്തോടെയും ബഹുമാനത്തോടും കൂടി നോക്കി നിൽക്കാൻ പ്രേരിപ്പിച്ചിരുന്നു. രാഘവൻ നായർ എന്ന പേര് കേട്ടാൽ തന്നെ ഗ്രാമവാസികൾ ബഹുമാനപൂർവ്വം എഴുന്നേറ്റ് നിൽക്കും. എന്നാൽ ഗ്രാമത്തിന്റെ മറുവശത്ത് ഇടുങ്ങിയ ഇടവഴികൾക്കുള്ളിൽ മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ഒരു ചെറിയ ഓലമേന വീടുണ്ടായിരുന്നു. അവിടെയാണ് രാമൻ തന്റെ ഏക മകൻ രാഹുലിനൊപ്പം താമസിച്ചിരുന്നത്. രാമന് സ്വന്തമായി ഉണ്ടായിരുന്നത് 2 ഏക്കർ കല്ലു നിറഞ്ഞ പറമ്പ് മാത്രമായിരുന്നു. ആ മണ്ണിൽ പണിയെടുത്താണ് അയാൾ തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. എന്നാൽ അയാളുടെ ഉള്ളിൽ കത്തുന്ന ഒരു വലിയ സ്വപ്നമുണ്ടായിരുന്നു. തന്റെ മകൻ നന്നായി പഠിക്കണം. ഈ ദാരിദ്ര്യത്തിന്റെ ചങ്ങലകൾ തകർത്ത് അവനൊരു വലിയ ഉദ്യോഗസ്ഥനാകണം. തനിക്ക് ലഭിക്കാതെ പോയ അറിവിന്റെ ലോകം മകന് ലഭിക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചു. രാഹുൽ ചെറുപ്പം മുതലേ മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. ഗ്രാമത്തിലെ മറ്റു കുട്ടികൾ പാടത്തും പറമ്പിലും കളിച്ചു നടക്കുമ്പോൾ അവൻ ഏതെങ്കിലും ഒരു വലിയ ആൽമര ചുവട്ടിലിരുന്ന് കീറിപ്പറഞ്ഞ പുസ്തകങ്ങളിൽ തന്റെ ലോകം കണ്ടെത്തുമായിരുന്നു. അവന്റെ കണ്ണുകളിൽ എപ്പോഴും ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന പ്രകൃതമായിരുന്നു അവന്റേത്. പാലക്കാട് ഗവൺമെന്റ് കോളേജിൽ നിന്ന് മികച്ച മാർക്കോടെ ബിരുദം പൂർത്തിയാക്കിയ രാഹുൽ സ്കോളർഷിപ്പോടെയാണ് ഉപരിപഠനം നടത്തിയത്. തന്നെ പഠിപ്പിക്കാൻ വേണ്ടി തന്റെ പിതാവ് എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്നും ആ തോളിലെ പരുക്കൻ പാടുകൾ തനിക്ക് വേണ്ടിയുള്ളതാണെന്നും അവന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അവൻ ഒരിക്കലും അനാവശ്യമായ സൗകര്യങ്ങൾ ആവശ്യപ്പെട്ടില്ല. ലളിതമായ വസ്ത്രങ്ങളും പുസ്തകങ്ങളും മാത്രമായിരുന്നു അവന്റെ സമ്പാദ്യം. അതേസമയം പുത്തൻ പുറക്കൽ തറവാട്ടിലെ ഏക മകൾ പ്രിയ ലോകത്തിന് ഒരു വലിയ വിസ്മയമായിരുന്നു. അവൾ എത്രത്തോളം സുന്ദരിയായിരുന്നുവോ അത്രത്തോളം തന്നെ അഹങ്കാരിയുമായിരുന്നു. രാഘവൻ നായർ തന്റെ മകളെ ഒരു പൂവിനെ പോലെയാണ് വളർത്തിയത്. അവൾ ചോദിക്കുന്നതെന്തും അവളുടെ കാൽ കീഴിൽ എത്തിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. കൊച്ചിയിലെ ഏറ്റവും വില കൂടിയ കോൺവെന്റ് സ്കൂളിലെ പഠനം അവളെ കൂടുതൽ ആഡംബര പ്രിയയാക്കി മാറ്റിയിരുന്നു. പണവും പദവിയും മാത്രമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങളെന്ന് അവൾ വിശ്വസിച്ചു. ദരിദ്രരായ ആളുകളെ അവൾ പുച്ഛത്തോടെയാണ് നോക്കിക്കണ്ടിരുന്നത്. രാഘവൻ നായർക്ക് തന്റെ മകളെ വലിയ ജീവനായിരുന്നുവെങ്കിലും അദ്ദേഹം ഒരു ജീവിത അനുഭവമുള്ള വ്യക്തിയായിരുന്നു. തന്റെ മകളുടെ അഹങ്കാരവും തന്നിഷ്ടവും ഒരു ദിവസം അവളെ ആപത്തിൽ എത്തിക്കുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. തന്റെ തറവാടിന്റെ പ്രതാപം പതിയെ കുറയുകയാണെന്നും ബിസിനസ്സുകൾ നഷ്ടത്തിലാണെന്നും അദ്ദേഹം മനസ്സിലാക്കി. കൂടാതെ തന്റെ ബന്ധുക്കൾ സ്വത്തിനു വേണ്ടി തമ്മിൽ തല്ലുന്നതും അദ്ദേഹം കണ്ടു. തനിക്ക് ശേഷം തന്റെ മകളെയും കുടുംബത്തിന്റെ അന്തസ്സിനെയും കാത്തു സൂക്ഷിക്കാൻ കഴിവുള്ള സത്യസന്ധനായ ഒരു യുവാവിനെ അദ്ദേഹം അന്വേഷിക്കുകയായിരുന്നു. ഒരിക്കൽ ഗ്രാമത്തിലെ ഒരു പൊതു പരിപാടിക്കിടെ രാഹുൽ സംസാരിക്കുന്നത് കേൾക്കാൻ രാഘവൻ നായർക്ക് ഇടയായി. ആ യുവാവിന്റെ വാക്കുകളിലെ സത്യസന്ധതയും അറിവും അദ്ദേഹത്തെ ആകർഷിച്ചു. അവന്റെ ദാരിദ്ര്യത്തെക്കാൾ ഉപരി അവന്റെ വ്യക്തിത്വത്തിനാണ് അദ്ദേഹം വില നൽകിയത്. അങ്ങനെ ഒരു ദിവസം അപ്രതീക്ഷിതമായി രാഘവൻ നായർ രാമന്റെ കുടിലെത്തി. ആ വലിയ മനുഷ്യൻ തന്റെ മുറ്റത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ രാമൻ അമ്പരന്നു പോയി. പണത്തെ സംബന്ധിച്ച എന്തെങ്കിലും പ്രശ്നമാണോ എന്നയാൾ ഭയപ്പെട്ടു. എന്നാൽ രാഘവൻ നായർ തന്റെ മകൾ പ്രിയയെ രാഹുലിന് വിവാഹം കഴിച്ചു നൽകാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ രാമന്റെ കണ്ണുകൾ നിറഞ്ഞു. ഒരു ദരിദ്ര കർഷകന്റെ വീട്ടിലേക്ക് നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണിയുടെ മകൾ വരിക എന്നത് അയാൾക്ക് വിശ്വസിക്കാനായില്ല. ഈ വിവാഹം നടന്നാൽ എന്റെ മകന്റെ ഭാവി സുരക്ഷിതമാകും, ഞങ്ങളുടെ ദാരിദ്ര്യം മാറും എന്ന് രാമൻ സ്വപ്നം കണ്ടു. എന്നാൽ ഈ വാർത്ത രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നെട്ടലായിരുന്നു. അവനപ്പോൾ ബാങ്ക് പരീക്ഷകൾക്കായി തയ്യാറെടുക്കുകയായിരുന്നു. തന്റെ സ്വപ്നങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും ഇടയിൽ വിവാഹം ഒരു തടസ്സമാകുമോ എന്നവൻ ഭയപ്പെട്ടു. പക്ഷേ തന്റെ അച്ഛന്റെ സന്തോഷത്തിനായി ആ തീരുമാനത്തിന് അവൻ വഴങ്ങിക്കൊടുത്തു. ആ വിവാഹം ആ ഗ്രാമത്തിൽ വലിയൊരു ചർച്ചാ വിഷയമായി മാറി. ആ ഗ്രാമം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയൊരു ആഘോഷമായിരുന്നു രാഹുലിന്റെയും പ്രിയയുടെയും വിവാഹം. പുത്തൻ പുറക്കൽ തറവാടിന്റെ മുറ്റത്ത് കെട്ടിയ കൂറ്റൻ പന്തലിൽ വെച്ച് നാടിന്റെ നാനാ ഭാഗത്തു നിന്നുമുള്ള പ്രമുഖരുടെ സാന്നിധ്യത്തിൽ രാഹുൽ പ്രിയയുടെ കഴുത്തിൽ താലി ചാർത്തി. രാഹുലിന്റെ ലളിതമായ വെള്ളമുണ്ടും ഷർട്ടും അവന്റെ വ്യക്തിത്വത്തിന് കൂടുതൽ തിളക്കം നൽകി. എന്നാൽ പ്രിയ അണിഞ്ഞിരുന്ന സ്വർണ്ണാഭരണങ്ങളുടെയും പട്ടുസാരിയുടെയും തിളക്കം ഗ്രാമവാസികളെ അത്ഭുതപ്പെടുത്തി. രാമന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നനഞ്ഞു. തന്റെ മകന്റെ ജീവിതം ഇനിയൊരു കൊട്ടാരത്തിലാകുമെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു. വിവാഹ മണ്ഡപത്തിൽ വെച്ച് രാഹുലിനെ ആദ്യമായി കണ്ടപ്പോൾ പ്രിയയുടെ ഉള്ളിൽ ഒരു ചെറിയ മതിപ്പ് തോന്നിയിരുന്നു. അവന്റെ ശാന്തമായ മുഖവും ആഴമുള്ള കണ്ണുകളും അവൾക്ക് ഇഷ്ടപ്പെട്ടു. എന്നാൽ രാഹുൽ നഗരത്തിൽ പഠിച്ചവനായതുകൊണ്ട് കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ ഏതെങ്കിലും വലിയ മെട്രോ സിറ്റിയിലെ ആഡംബര ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോകുമെന്ന് അവൾ സ്വപ്നം കണ്ടു. ഒരു ബാങ്ക്
ഓഫീസറുടെ ഭാര്യയായി AC കാറിലും വലിയ പാർട്ടികളിലും തിളങ്ങി നിൽക്കുന്ന തന്റെ ചിത്രം അവൾ മനസ്സിൽ കണ്ടു. പക്ഷേ വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞ് രാഹുലിനൊപ്പം തന്റെ പുതിയ വീട്ടിലേക്ക് യാത്ര തിരിച്ച് പ്രിയയെ കാത്തിരുന്നത് മറ്റൊരു യാഥാർത്ഥ്യമായിരുന്നു. കാർ ചെന്നു നിന്നത് ഇടുങ്ങിയ ഒരു ഇടവഴിക്ക് മുന്നിലായിരുന്നു. അവിടുന്ന് അല്പം നടന്നാൽ മാത്രം എത്തുന്ന ഓലമേഞ്ഞ ഒരു ചെറിയ വീട്. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ആ വീടിന്റെ ചുവരുകൾ മണ്ണുകൊണ്ടുണ്ടാക്കിയതായിരുന്നു. വീടിനു മുന്നിൽ ഒരു തുളസിത്തറയും പിന്നിൽ ചെറിയൊരു കിണറും മാത്രം. ആഡംബരത്തിന്റെ മടിത്തട്ടിൽ വളർന്ന പ്രിയക്ക് ആ കാഴ്ച ഉൾക്കൊള്ളാനായില്ല. താൻ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള തൊഴുത്തുകളേക്കാൾ ചെറുതാണ് ഈ വീടെന്ന് അവൾക്ക് തോന്നി. വീടിനകത്തേക്ക് കാലെടുത്തു വെച്ച് പ്രിയയുടെ മുഖത്ത് പുച്ഛവും ദേഷ്യവും ഒരേപോലെ നിഴലിച്ചു. രാഹുൽ ആ ചെറിയ മുറി പ്രിയക്കായി പൂക്കൾ കൊണ്ടും വർണ്ണ കടലാസുകൾ കൊണ്ടും അലങ്കരിച്ചിരുന്നു. അവന്റെ കയ്യിലുണ്ടായിരുന്ന തുച്ഛമായ സമ്പാദ്യം കൊണ്ടാണ് അവൻ അതെല്ലാം ഒരുക്കിയത്. എന്നാൽ പ്രിയക്ക് അതൊരു ഇരുട്ടറ പോലെയാണ് അനുഭവപ്പെട്ടത്. വസ്ത്രങ്ങൾ വെക്കാൻ ഒരു അലമാര പോലും ഇല്ലാത്ത നിലത്ത് പായ വിരിച്ച ആ മുറി അവളെ വീർപ്പ് മുട്ടിച്ചു. അന്ന് രാത്രി തന്നെ അവൾ തന്റെ സ്വഭാവം മാറ്റി. രാഹുൽ, നീ എന്താണ് വിചാരിച്ചത്? ഈ വീട്ടിലാണോ ഞാൻ താമസിക്കേണ്ടത്? പ്രിയ പൊട്ടിത്തെറിച്ചു. എന്റെ അച്ഛന്റെ വീട്ടിലെ പശുക്കൾക്ക് പോലും ഇതിനേക്കാൾ വലിയ സൗകര്യമുണ്ട്. ഇവിടെ എനിക്ക് ശ്വാസം മുട്ടുന്നു. എവിടെയാണ് എന്റെ മേക്കപ്പ് ബോക്സ് വെക്കുക? എവിടെയാണ് എനിക്ക് കുളിക്കാൻ ഷവർ ഉള്ളത്? രാഹുൽ അവളെ ശാന്തനാക്കാൻ ശ്രമിച്ചു. പ്രിയ, എനിക്കറിയാം നിനക്കിവിടെ ബുദ്ധിമുട്ടാണെന്ന്. പക്ഷെ ഇതെന്റെ വീടാണ്. എന്റെ അച്ഛൻ വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ ഇടമാണ്. ഞാൻ ബാങ്ക് പരീക്ഷയുടെ റിസൾട്ടിനായി കാത്തിരിക്കുകയാണ്. ജോലി കിട്ടിയാലുടൻ നമുക്ക് നഗരത്തിലേക്ക് മാറാം. അതുവരെ ഒന്ന് ക്ഷമിക്കൂ. എന്നാൽ പ്രിയയുടെ നിഘണ്ടുവിൽ ക്ഷമ എന്ന വാക്ക് ഇല്ല. അവൾ ഓരോ നിമിഷവും രാഹുലിനെയും അവന്റെ അച്ഛനെയും തരം താഴ്ത്തി സംസാരിച്ചു. അടുക്കളയിൽ കയറാനോ ഭക്ഷണം പാകം ചെയ്യാനോ അവൾ തയ്യാറായില്ല. വിറകടുപ്പിലെ പുക തന്റെ സൗന്ദര്യം നശിപ്പിക്കുമെന്ന് അവൾ പരാതിപ്പെട്ടു. രാമൻ മരുമകൾക്കായി താൻ ഉണ്ടാക്കിയ ലളിതമായ ഭക്ഷണം വിളമ്പിയപ്പോൾ അവൾ അത് തട്ടിമാറ്റി. ഇതാണോ മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണം? എനിക്ക് ഓർഡർ ചെയ്ത ഭക്ഷണം മതി എന്ന് അവൾ വാശി പിടിച്ചു. ഗ്രാമത്തിൽ അന്ന് ഹോം ഡെലിവറി സൗകര്യങ്ങൾ പോലും ഇല്ലെന്ന് അവൾ മനസ്സിലാക്കിയില്ല. ദിവസങ്ങൾ കടന്നു പോകുന്തോറും ആ വീട്ടിലെ സമാധാനം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. പ്രിയയുടെ അഹങ്കാരം അതിര് ലംഘിച്ചു. ഗ്രാമത്തിലെ സ്ത്രീകൾ മരുമകളെ കാണാൻ വന്നപ്പോൾ അവൾ അവരോട് മിണ്ടാൻ പോലും കൂട്ടാക്കിയില്ല. ഈ ചാണകം മെഴുകിയ തറയിലിരിക്കാൻ എനിക്ക് വയ്യ എന്ന് അവൾ ഉറക്കെ പറഞ്ഞു. ഇത് കേട്ട് രാമന്റെ നെഞ്ച് തകർന്നു. തന്റെ മകന്റെ ജീവിതം സന്തോഷകരമാകുമെന്ന് കരുതി ചെയ്ത ഈ വിവാഹം ഒരു വലിയ തെറ്റായോ എന്നയാൾ ഭയപ്പെട്ടു. രാഹുൽ പകൽ മുഴുവൻ വയലിൽ പണിയെടുത്തു. രാത്രി വൈകി ട്യൂഷൻ എടുത്തു. എന്നിട്ടും പ്രിയയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അവന് സാധിച്ചില്ല. ഓരോ തവണ ബാങ്ക് പരീക്ഷയുടെ ഫലം വരുമ്പോഴും രാഹുലിന് കുറഞ്ഞ മാർക്കുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു. ഇത് പ്രിയക്ക് അവനെ പരിഹസിക്കാൻ മറ്റൊരു കാരണമായി. നീ വെറും മടിയനാണ് രാഹുൽ. നിനക്കൊരിക്കലും ഒരു ജോലിയും കിട്ടില്ല. ഈ ദാരിദ്ര്യത്തിൽ കിടന്ന് മരിക്കാനാണ് നിന്റെ വിധി. എന്റെ അച്ഛൻ എന്തിനാണ് നിന്നെപ്പോലെ ഒരു പരാജയത്തിന് എന്നെ കെട്ടിച്ചു തന്നത്? അവളുടെ വാക്കുകൾ രാഹുലിന്റെ ഹൃദയത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കി. ആ കൊച്ചു വീട്ടിൽ പ്രിയയുടെ അഹങ്കാരം ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞു വീശിക്കൊണ്ടിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷം പിന്നിട്ടു. രാഹുൽ ബാങ്ക് പരീക്ഷകൾക്കായി രാപ്പകൽ അധ്വാനിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഓരോ തവണയും നേരിയ വ്യത്യാസത്തിൽ അവന് ജോലി നഷ്ടപ്പെട്ടു. പരാജയപ്പെട്ട് മടങ്ങി വരുന്ന രാഹുലിനെ ആശ്വസിപ്പിക്കുന്നതിനു പകരം പ്രിയ അവനെ കൂടുതൽ തളർത്തി. നിന്നെപ്പോലൊരു പരാജയത്തെ വിവാഹം കഴിച്ചതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ്. എനിക്ക് പട്ടുസാരികളും സ്വർണവും വാങ്ങിച്ചു തരാൻ നിനക്ക് കഴിയില്ലേ? അവൾ അലറി. ഒരു കഠിനമായ വേനൽക്കാലമായിരുന്നു അത്. ഉച്ചസമയത്ത് കിലോമീറ്ററുകൾ നടന്ന് ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് വിശന്ന് തളർന്നു വന്ന രാഹുൽ അടുക്കളയിൽ ചെന്ന് നോക്കി. അവിടെ അടുപ്പ് പുകഞ്ഞിട്ട് പോലുമില്ലായിരുന്നു. പ്രിയ വരാന്തയിൽ ഇരുന്ന് ഒരു മാസിക വായിക്കുകയായിരുന്നു. പ്രിയ, എനിക്ക് നല്ല വിശപ്പുണ്ട്, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? രാഹുൽ ക്ഷീണിച്ച സ്വരത്തിൽ ചോദിച്ചു. പ്രിയ മാസിക വലിച്ചെറിഞ്ഞ് എഴുന്നേറ്റു. ഭക്ഷണം ഉണ്ടാക്കാൻ ഇവിടെ എന്തുണ്ട്? നിന്റെ കയ്യിൽ അരി വാങ്ങാൻ പണമുണ്ടോ? ഇന്നലെ അയൽക്കാരോട് കടം വാങ്ങിയാണ് ഞാൻ കഴിച്ചത്. നിനക്കൊരു പ്യൂണിന്റെ ജോലി പോലും കിട്ടിയില്ലേ? നീ ഈ ചാണകത്തിനും മണ്ണിനും ഇടയിൽ കിടക്കാൻ വിധിക്കപ്പെട്ടവനാണ്. രാഹുലിന്റെ നിയന്ത്രണം വിട്ടു. പ്രിയ, ഞാൻ ശ്രമിക്കുന്നുണ്ട്, നീ അത് കാണുന്നില്ലേ? കുറച്ചു കാലം കൂടി ഒന്ന് ക്ഷമിക്ക്. ക്ഷമിക്കാൻ എനിക്ക് സൗകര്യമില്ല. നിന്റെ ഈ ദാരിദ്ര്യം നിന്റെ വിധിയാണ്, എന്റേതല്ല, പ്രിയ ആക്രോശിച്ചു. പിറ്റേ ദിവസം പ്രിയ ആരോടും പറയാതെ പുത്തൻപുരക്കൽ തറവാട്ടിൽ നിന്ന് വണ്ടി വരുത്തി. തന്റെ വസ്ത്രങ്ങളും ആഭരണങ്ങളും പാക്ക് ചെയ്ത് അവൾ ഇറങ്ങി. പോകുന്ന വഴിയിൽ അവൾ ഒരു കത്ത് മേശപ്പുറത്ത് വെച്ചു. എനിക്കെന്റെ അന്തസ്സിനൊത്ത ജീവിതം വേണം. നിന്നെപ്പോലൊരു തോൽവിക്കൊപ്പം ജീവിക്കാൻ എനിക്ക് വയ്യ. ഇനി എന്നെ അന്വേഷിച്ചു വരരുത്. രാഹുൽ പാടത്തു നിന്ന് മടങ്ങി വന്നപ്പോൾ വീട് ശൂന്യമായിരുന്നു. രാമൻ ഒരു മൂലയിൽ തളർന്നിരിക്കുന്നു. പ്രിയയുടെ വാക്കുകൾ രാഹുലിന്റെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. അവൾ തന്നെ സ്നേഹിച്ചിരുന്നില്ലെന്നും കേവലം ഒരു പദവിയെയാണ് വിവാഹം കഴിച്ചതെന്നും അവൻ തിരിച്ചറിഞ്ഞു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ വിവാഹമോചനത്തിനുള്ള രേഖകൾ എത്തി.
ഒട്ടും മടിക്കാതെ രാഹുൽ അതിൽ ഒപ്പിട്ടു. ആ നിമിഷം അവന്റെ ഉള്ളിൽ ഒരു പുതിയ അഗ്നി ജ്വലിച്ചു. തന്നെ പരാജയമെന്ന് വിളിച്ചവൾക്ക് മുന്നിൽ വിജയിച്ചു കാണിക്കണമെന്ന് അവൻ ഉറപ്പിച്ചു. ആ കൊച്ചു വീട്ടിൽ പ്രിയയുടെ ഓർമ്മകൾ ബാക്കിവെച്ച ശൂന്യതയേക്കാൾ വലുതായിരുന്നു അവൾ നൽകിയ അപമാനം. നീ വെറും പരാജയമാണ് എന്ന അവളുടെ അവസാന വാക്കുകൾ രാഹുലിന്റെ കാതുകളിൽ ഒരു മന്ത്രം പോലെ മുഴങ്ങിക്കൊണ്ടിരുന്നു. പ്രിയ പോയതോടെ ഗ്രാമവാസികളുടെ നോട്ടം മാറി. പലരും അവനെ പരിഹസിച്ചു, ചിലർ സഹതാപത്തോടെ നോക്കി. നാട്ടിലെ വലിയ പ്രമാണിയുടെ മകളെ നോക്കാൻ കഴിവില്ലാത്തവൻ എന്ന ലേബൽ അവനിൽ ഒട്ടിപ്പിടിച്ചു. എന്നാൽ രാഹുൽ തളർന്നില്ല. ആ തകർച്ചയിൽ നിന്ന് ഒരു പുതിയ മനുഷ്യനായി ജനിക്കുകയായിരുന്നു അവൻ. തന്റെ അച്ഛൻ രാമന്റെ കൈകൾ മുറുകെ പിടിച്ചു. അച്ഛാ, എന്നെ വിട്ടുപോയത് അവളുടെ തീരുമാനമാണ്. പക്ഷേ തോറ്റുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട എല്ലാ ബഹുമാനവും ഞാൻ ഈ മണ്ണിൽ നിന്ന് തന്നെ തിരിച്ചു പിടിക്കും. രാഹുലിന്റെ വാക്കുകളിൽ മുൻപില്ലാത്ത ഒരു ഉറപ്പുണ്ടായിരുന്നു. അവൻ തന്റെ ജീവിതശൈലി പൂർണ്ണമായും മാറ്റി. പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റ് അവൻ പാടത്തിറങ്ങും. കൃഷിയിൽ പുതിയ രീതികൾ പരീക്ഷിച്ചു. രാസവളങ്ങൾക്ക് പകരം ജൈവവളങ്ങൾ ഉപയോഗിച്ച് വിളവ് വർദ്ധിപ്പിച്ചു. പകൽ മുഴുവൻ വെയിലത്ത് പണിയെടുത്ത ശേഷം വൈകുന്നേരങ്ങളിൽ അവൻ നഗരത്തിലേക്ക് പോകും. അവിടെയുള്ള സ്വകാര്യ കോച്ചിംഗ് സെന്ററുകളിൽ ചെറിയ തുകക്ക് അവൻ ക്ലാസുകൾ എടുത്തു. രാത്രി 10 മണിക്ക് വീട്ടിൽ തിരിച്ചെത്തിയാൽ പിന്നെ പുലരുവോളം പഠനമായിരുന്നു. ഉറക്കമില്ലാത്ത രാത്രികൾ അവനെ ശാരീരികമായി തളർത്തിയെങ്കിലും മനസ്സിനെ കൂടുതൽ കരുത്തനാക്കി. അവന്റെ കണ്ണുകൾക്ക് താഴെ കറുത്ത പാടുകൾ വീണു. ശരീരം മെലിഞ്ഞുണങ്ങി. എങ്കിലും തന്റെ ലക്ഷ്യത്തിൽ നിന്ന് അവൻ ഒരു ഇഞ്ച് പോലും പിന്നോട്ടു പോയില്ല. 5 വർഷങ്ങൾ നീണ്ട കഠിനമായ പോരാട്ടമായിരുന്നു അത്. ഇതിനിടയിൽ പ്രിയയെക്കുറിച്ചോ അവളുടെ കുടുംബത്തെക്കുറിച്ചോ അവൻ അന്വേഷിച്ചതേയില്ല. വിവാഹമോചനത്തിനു ശേഷം അവൾ നഗരത്തിലെ ഏതോ സമ്പന്നനെ വിവാഹം കഴിച്ചു കാണുമെന്ന് അവൻ കരുതി. ഒടുവിൽ രാഹുലിന്റെ പ്രാർത്ഥനകൾക്കും അധ്വാനത്തിനും ഫലം കണ്ടു. പരീക്ഷയിൽ സംസ്ഥാന തലത്തിൽ തന്നെ അവൻ മികച്ച വിജയം നേടി. ആ വാർത്ത ഗ്രാമത്തെ ഒന്നടക്കം ഞെട്ടിച്ചു. ഇന്നലെ വരെ പരിഹസിച്ചവർ ഇന്ന് രാമന്റെ വീടിന് മുന്നിൽ അഭിനന്ദനങ്ങളുമായി എത്തി. രാഹുലിന്റെ ആദ്യ പോസ്റ്റിംഗ് കൊച്ചിയിലെ ഒരു പ്രധാന ബ്രാഞ്ചിലായിരുന്നു. വെള്ളമുണ്ടും ഷർട്ടും മാറ്റി അവൻ സ്യൂട്ടും ടൈയും അണിഞ്ഞു. പഴയ സൈക്കിളിനു പകരം ഒരു വെളുത്ത SUV കാറ് അവന്റെ മുറ്റത്തെത്തി. അവൻ തന്റെ അച്ഛനായി കൊച്ചിയിൽ ഒരു ഫ്ലാറ്റ് വാങ്ങി. എന്നാൽ രാമൻ തന്റെ പഴയ വീടും മണ്ണും വിട്ട് വരാൻ കൂട്ടാക്കിയില്ല. മകനെ, നീ വലിയ നിലയിലായി, അത് മതി എനിക്ക്. എനിക്ക് ഈ ഗ്രാമത്തിലെ കാറ്റും മണ്ണുമാണ് ശ്വാസം, രാമൻ പറഞ്ഞു. രാഹുൽ ഇപ്പോൾ ഒരു വലിയ ഉദ്യോഗസ്ഥനാണ്. 100 കണക്കിന് ആളുകൾ അവനെ സാർ എന്ന് വിളിക്കുന്നു. വലിയ ബിസിനസ്സുകാരും രാഷ്ട്രീയക്കാരും അവന്റെ മുന്നിൽ കൈകെട്ടി നിൽക്കുന്നു. എന്നാൽ അവന്റെ ഉള്ളിലെ മുറിവ് അപ്പോഴും ഉണങ്ങിയിരുന്നില്ല. അവൻ പിന്നീട് വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചതേയില്ല. ഓരോ തവണ പെൺകുട്ടികളുടെ ആലോചന വരുമ്പോഴും പ്രിയയുടെ ആ അഹങ്കാരച്ചിരി അവന്റെ ഓർമ്മയിൽ വരും. പണം വന്നപ്പോൾ സൗകര്യങ്ങൾ വർദ്ധിച്ചു. പക്ഷേ തന്റെ കരിയറിന്റെ തുടക്കത്തിൽ തന്നെ തള്ളിപ്പറഞ്ഞ പ്രിയയുടെ വാക്കുകൾ അവൻ മറന്നില്ല. അതേസമയം പുത്തൻപുരക്കൽ തറവാട്ടിൽ കാര്യങ്ങൾ തകിടം മറിയുകയായിരുന്നു. പ്രിയയുടെ അച്ഛൻ രാഘവൻ നായരുടെ ബിസിനസ്സുകൾ ഓരോന്നായി തകർന്നു. ആർഭാടമായി ജീവിച്ച പ്രിയയുടെ ജീവിതത്തിലും കരിനിഴൽ വീഴാൻ തുടങ്ങിയിരുന്നു. പക്ഷേ രാഹുൽ തന്റെ പുതിയ ലോകത്ത് തിരക്കിലായിരുന്നു. കാലം അവർക്കായി മറ്റൊരു കൂടിക്കാഴ്ച കരുതി വെച്ചിട്ടുണ്ടെന്ന് അവൻ അറിഞ്ഞില്ല. കൊച്ചിയിലെ തിരക്കേറിയ ജീവിതത്തിനിടയിലും രാഹുൽ തന്റെ ഗ്രാമത്തെ മറന്നിരുന്നില്ല. ബാങ്ക് മാനേജർ എന്ന നിലയിലുള്ള തിരക്കുകൾക്കിടയിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അവൻ ആ ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി. ഇപ്പോൾ അവൻ വരുമ്പോൾ ഗ്രാമവാസികൾ ബഹുമാനത്തോടെ വഴിമാറിക്കൊടുക്കും. ആ പഴയ സൈക്കിൾ യാത്രക്കാരനിൽ നിന്ന് വെളുത്ത ലക്ഷറി കാറിലിറങ്ങുന്ന മാനേജർ സാറിലേക്കുള്ള അവന്റെ വളർച്ച ഗ്രാമത്തിന് ഒരത്ഭുതമായിരുന്നു. എന്നാൽ രാഹുലിന്റെ മനസ്സിൽ ഇപ്പോഴും ആ പഴയ മുറിവുകൾ ഉണങ്ങാതെ നിന്നിരുന്നു. ഒരു ശനിയാഴ്ച ഉച്ച സമയം തന്റെ വീട്ടിലേക്ക് പോകുന്നതിനിടെ രാഹുൽ പഴയൊരു വഴിയിലൂടെ കാർ തിരിച്ചു. പണ്ട് താൻ പഠിക്കാൻ വേണ്ടി പുസ്തകങ്ങളുമായി നടന്നിരുന്ന ആ ഇടവഴികൾ. കാറ് പുത്തൻപുരക്കൽ തറവാടിന്റെ മുന്നിലൂടെ കടന്നുപോയി. പണ്ട് പ്രതാപം വിളിച്ചോതിയിരുന്ന ആ വലിയ മാളിക ഇന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം തകർന്നിരിക്കുന്നു. പടിപ്പുരയുടെ മേൽക്കൂര തകർന്നു വീണിരിക്കുന്നു. ചുവരുകളിൽ പായൽ പിടിച്ച് കറുത്തിരിക്കുന്നു. രാഘവൻ നായരുടെ ആ വലിയ ഗേറ്റ് ഇന്ന് തുരുമ്പെടുത്ത് നിലത്ത് വീണ് കിടക്കുന്നു. ആ തറവാടിന്റെ ഐശ്വര്യം എങ്ങോ പോയി മറഞ്ഞിരിക്കുന്നു. രാഹുലിന് അല്പം സങ്കടം തോന്നിയെങ്കിലും അവൻ അവിടെ നിർത്താതെ മുന്നോട്ടു പോയി. വീട്ടിലെത്തിയ രാഹുൽ തന്റെ അച്ഛൻ രാമനോടൊപ്പം സമയം ചിലവഴിച്ചു. അച്ഛന്റെ മരുന്നുകളും മറ്റു കാര്യങ്ങളും നോക്കിയ ശേഷം വൈകുന്നേരം അവൻ തന്റെ പഴയ സ്കൂളിന്റെ അടുത്തുള്ള കുളക്കരയിലേക്ക് നടക്കാൻ തീരുമാനിച്ചു. കാർ അല്പം ദൂരെ നിർത്തി അവൻ നടന്നു. റോഡിന്റെ ഒരു വശത്ത് ഒരു കൂട്ടം എരുമകൾ നിൽക്കുന്നത് കാരണം വഴി തടസ്സപ്പെട്ടിരുന്നു. പൊടിപടലങ്ങൾക്കിടയിലൂടെ ഒരു സ്ത്രീ വടിയുമായി ആ എരുമകളെ
എരുമകളെ മാറ്റാൻ ശ്രമിക്കുന്നത് അവൻ കണ്ടു. വളരെ പഴയതും പലയിടത്തും തുന്നിച്ചേർത്തതുമായ ഒരു സാധാരണ സാരിയായിരുന്നു അവൾ ധരിച്ചിരുന്നത്. വെയിലത്ത് പണിയെടുത്ത് അവളുടെ നിറം മങ്ങിയിരുന്നു. തലയിൽ ഒരു മുഷിഞ്ഞ തുണി കെട്ടി മുഖം പകുതി മറച്ചിരുന്നു. അവളുടെ തോളിൽ ഒരു തുണിസഞ്ചിയിൽ 5-6 വയസ്സ് തോന്നിക്കുന്ന ഒരു കുട്ടി വിയർത്ത് കുളിച്ച് ഉറങ്ങുന്നുണ്ടായിരുന്നു. അവളുടെ കാലുകളിൽ ചെരുപ്പില്ലായിരുന്നു. പൊള്ളുന്ന റോഡിൽ അവൾ നഗ്നപാതയായി നിൽക്കുകയായിരുന്നു. എരുമകൾ മാറാതിരുന്നപ്പോൾ അവൾ അവയെ ദയനീയമായി നോക്കി. രാഹുൽ അല്പം അടുത്ത് ചെന്ന് ചോദിച്ചു, എന്തെങ്കിലും സഹായം വേണോ? ആ ശബ്ദം കേട്ടതും ആ സ്ത്രീ നെട്ടിപ്പോയി. അവൾ പതുക്കെ മുഖത്തെ തുണി മാറ്റി രാഹുലിനെ നോക്കി. രാഹുലിന്റെ കാലുകൾ തളർന്നുപോയി. അത് പ്രിയയായിരുന്നു. ഒരിക്കൽ പട്ടുസാരിയും സ്വർണ്ണാഭരണങ്ങളും ഇല്ലാതെ പുറത്തിറങ്ങാത്ത, അഹങ്കാരം കൊണ്ട് ഭൂമിയിൽ ചവിട്ടാത്ത പുത്തൻപുരക്കൽ തറവാട്ടിലെ പ്രിയ. ഇന്ന് അവൾ വെയിലത്ത് എരുമകളെ മേയിച്ച് കൂലിപ്പണി എടുക്കുന്നു. പ്രിയയും രാഹുലിനെ തിരിച്ചറിഞ്ഞു. രാഹുലിന്റെ വില കൂടിയ വസ്ത്രങ്ങളും പിന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന കാറും കണ്ടപ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. അവൾക്ക് വാക്കുകൾ പുറത്തു വന്നില്ല. 7 വർഷത്തെ അഹങ്കാരവും പരിഹാസവും ആ കണ്ണുനീരിൽ അലിഞ്ഞു ചേർന്നത് രാഹുൽ കണ്ടു. പ്രിയ, നീ എന്താണ് ഈ അവസ്ഥയിൽ? രാഹുൽ വിറക്കുന്ന സ്വരത്തിൽ ചോദിച്ചു. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്തിരുന്നു പോയി. രാഹുൽ, എനിക്ക് എന്റെ തെറ്റുകൾക്ക് ശിക്ഷ കിട്ടി. അച്ഛൻ മരിച്ചു. തറവാട് ജപ്തിയായി. എന്നെ സ്നേഹിച്ചിരുന്നവരൊക്കെ എന്നെ ഉപേക്ഷിച്ചു. ഇന്ന് ഞാൻ ഈ എരുമകളെ മേയിച്ചാണ് വിശപ്പടക്കുന്നത്. അവളുടെ വാക്കുകൾ രാഹുലിന്റെ ഹൃദയത്തിൽ തറച്ചു. അപ്പോഴാണ് അവളുടെ തോളിൽ കിടക്കുന്ന ആ കുട്ടി ഉണർന്നത്. അവൻ കണ്ണുകൾ തിരുമ്മി രാഹുലിനെ നോക്കി. ആ കുട്ടിയുടെ കണ്ണുകൾ കണ്ടപ്പോൾ രാഹുൽ ഞെട്ടിപ്പോയി. തന്റെ അതേ കണ്ണുകൾ, അതേ മുഖഛായ. പ്രിയ, ഈ കുട്ടി? രാഹുൽ വിറയലോടെ ചോദിച്ചു. പ്രിയ തന്റെ മകനെ മുറുക്കി പിടിച്ച് പറഞ്ഞു, ഇവൻ നിന്റെ മകനാണ് രാഹുൽ. ആനന്ദ്, ഞാൻ നിന്നെ വിട്ടുപോകുമ്പോൾ ഗർഭിണിയായിരുന്നു. നിന്റെ പരാജയം കാണാൻ ആഗ്രഹിച്ച എനിക്ക് അന്ന് നിന്നോട് അത് പറയാൻ തോന്നിയില്ല. പക്ഷെ ഇന്ന് പരാജയപ്പെട്ടത് ഞാനാണ്. രാഹുലിന്റെ ഉള്ളിൽ ഒരു കടൽ ഇരുമ്പി. തന്റെ മകൻ ഈ 7 വർഷം ഈ ദാരിദ്ര്യത്തിൽ കഴിയുന്നുവെന്ന സത്യം അവനെ തകർത്ത് കളഞ്ഞു. ഗ്രാമത്തിലെ ആ പൊടി പിടിച്ച റോഡിൽ ബാങ്ക് മാനേജറായ രാഹുലും എരുമകളെ മേയ്ക്കുന്ന പ്രിയയും നേർക്കുനേർ നിന്നു. കാലം കരുതി വെച്ച ഏറ്റവും വലിയ ക്രൂരതയായിരുന്നു ആ കാഴ്ച. തന്റെ മകനെ മാറോടണച്ചു നിൽക്കുന്ന പ്രിയയുടെ രൂപം കണ്ടപ്പോൾ രാഹുലിന്റെ ഉള്ളിൽ ഒരേ സമയം ദേഷ്യവും സങ്കടവും കലർന്നു. 7 വർഷം മുമ്പ് തന്നെ പരാജയമെന്ന് വിളിച്ച് ആട്ടി അകറ്റിയ അതേ സ്ത്രീ ഇന്ന് തന്റെ മകനെയും കൊണ്ട് തെരുവിലാണ്. എന്റെ മകൻ 7 വർഷം? നീ എന്തിനാണ് എന്നോടിത് ചെയ്തത്? രാഹുലിന്റെ ശബ്ദം ഇടറി. താൻ എയർ കണ്ടീഷൻ ചെയ്ത മുറികളിലും ആഡംബര കാറുകളിലും ജീവിക്കുമ്പോൾ തന്റെ ചോരയും നീരും വെയിലത്ത് ഉരുകുകയായിരുന്നു എന്ന സത്യം അവനെ തളർത്തി. അവൻ അനന്തുവിന്റെ അടുത്തേക്ക് ചെന്നു. ആ കുട്ടി ഭയത്തോടെ അമ്മയുടെ സാരിത്തുമ്പിന് മുറുകെ പിടിച്ചു. ചെരുപ്പില്ലാത്ത അവന്റെ പിഞ്ചു കാലുകൾ ചുട്ടുപൊള്ളുന്ന റോഡിൽ വെന്തുരുകുന്നത് കണ്ടപ്പോൾ രാഹുലിന്റെ ഹൃദയം നുറുങ്ങി. പ്രിയ പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാഹുലിന്റെ കാൽക്കൽ വീണു. രാഹുൽ, എന്നോട് ക്ഷമിക്കണം. അന്നെന്റെ അഹങ്കാരം കണ്ണുകളെ മറച്ചിരുന്നു. തറവാടും പണവും പോയപ്പോൾ ഞങ്ങളെ നോക്കാൻ ആരുമുണ്ടായില്ല. അച്ഛൻ മരിച്ചതോടെ ഞാൻ അനാഥയായി. ഈ കുട്ടിയെ വളർത്താൻ ഞാൻ മറ്റുള്ളവരുടെ എരുമകളെ മേയിച്ചും പാടത്ത് പണിയുമെടുത്ത് കിട്ടുന്ന തുച്ഛമായ കാശ് കൊണ്ടാണ് ജീവിക്കുന്നത്. നിന്നെ കാണാൻ എനിക്ക് പേടിയായിരുന്നു. നീ വലിയ നിലയിലാണെന്ന് അറിഞ്ഞപ്പോൾ എന്റെ ഈ അവസ്ഥ കണ്ട് നീ പരിഹസിക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു. രാഹുൽ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവന്റെ കണ്ണുകളിൽ ഇപ്പോൾ പഴയ ദേഷ്യമല്ലായിരുന്നു, പകരം ഒരച്ഛന്റെ പേടിയായിരുന്നു. അവൻ തന്റെ വെളുത്ത തൂവാല കൊണ്ട് അനന്തുവിന്റെ മുഖത്തെ വിയർപ്പും പൊടിയും തുടച്ചു. ഇവൻ എന്നെ പോലെ തന്നെയുണ്ട് പ്രിയ. നീ എന്നെ തോൽപ്പിച്ചു എന്ന് കരുതിയിട്ടുണ്ടാകാം. പക്ഷെ നീ തോൽപ്പിച്ചത് നിന്നെ തന്നെയാണ്. ഈ കുഞ്ഞിന് കിട്ടേണ്ടിയിരുന്ന സ്നേഹവും സൗകര്യങ്ങളുമാണ് നീ നിന്റെ വാശി കാരണം ഇല്ലാതാക്കിയത്. ഗ്രാമത്തിലെ ചില ആളുകൾ ദൂരെ നിന്ന് ഈ രംഗം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരിക്കൽ തങ്ങൾ പരിഹസിച്ച രാഹുൽ ഇന്ന് വലിയൊരു കാറിലെത്തി തന്റെ പഴയ ഭാര്യയെയും മകനെയും കണ്ടുമുട്ടുന്നത് അവർക്ക് അത്ഭുതമായിരുന്നു. രാഹുൽ കാറിന്റെ വാതിൽ തുറന്നു. വരൂ പ്രിയ, ഈ വെയിലത്ത് ഇനി നിങ്ങൾ നിൽക്കേണ്ട. അനന്തുവിനെ വണ്ടിയിൽ കയറ്റു. പ്രിയ പേടിയോടെ കാറിൽ കയറി. ആഡംബര സീറ്റിലിരുന്നപ്പോൾ അവൾക്ക് തന്റെ മുഷിഞ്ഞ വസ്ത്രങ്ങളെ ഓർത്ത് നാണക്കേട് തോന്നി. കാറ് രാഹുലിന്റെ വീട്ടിലെത്തി. രാമൻ ഉമ്മറത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. കാറിൽ നിന്ന് രാഹുലിനൊപ്പം പ്രിയയും ഒരു ചെറിയ കുട്ടിയും ഇറങ്ങുന്നത് കണ്ടപ്പോൾ ആ വയോധികൻ ഞെട്ടിപ്പോയി. പ്രിയ ഓടിച്ചെന്ന് രാമന്റെ കാൽക്കൽ വീണു. അച്ഛാ, എന്നോട് ക്ഷമിക്കണം. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് കാലം എനിക്ക് ശിക്ഷ നൽകി. രാമൻ രാഹുലിനെ നോക്കി. രാഹുലിന്റെ കണ്ണുകളിലെ ആഴം കണ്ടപ്പോൾ ആ പിതാവ് തന്റെ വിറക്കുന്ന കൈകൾ പ്രിയയുടെ തലയിൽ വെച്ച് അനുഗ്രഹിച്ചു. കഴിഞ്ഞത് കഴിഞ്ഞു മോളെ, മകൻ വന്നല്ലോ, അത് മതി. അന്ന് രാത്രി രാഹുലിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. താൻ നേടിയ വിജയങ്ങളൊന്നും തന്റെ മകന്റെ ആ ദയനീയമായ മുഖത്തിന് പകരമാകില്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞു. പ്രിയയോട് ക്ഷമിക്കണോ അതോ അവളെ ശിക്ഷിക്കണോ എന്നതായിരുന്നു അവന്റെ ഉള്ളിലെ വലിയ ചോദ്യം. എന്നാൽ അനന്തുവിന്റെ നിഷ്കളങ്കമായ മുഖം കണ്ടപ്പോൾ അവന് മാപ്പല്ലാതെ മറ്റൊന്നും നൽകാൻ കഴിഞ്ഞില്ല.
സ്നേഹം കൊണ്ടുള്ള പ്രതികാരമായിരുന്നു രാഹുൽ ഇനി ചെയ്യാൻ പോകുന്നത്. ആ പൊടി പിടിച്ച വഴികൾ പിന്നിട്ട് രാഹുലിന്റെ കാർ കൊച്ചിയിലെ തിരക്കേറിയ നഗരത്തിലേക്ക് പ്രവേശിച്ചു. കാറിനുള്ളിൽ വലിയൊരു നിശബ്ദതയായിരുന്നു. രാഹുൽ ഗൗരവത്തോടെ വണ്ടി ഓടിക്കുമ്പോൾ തൊട്ടടുത്ത സീറ്റിലിരുന്ന് പ്രിയ ജനാലിലൂടെ പുറത്തെ കാഴ്ചകൾ വിസ്മയത്തോടെ നോക്കിയിരുന്നു. 7 വർഷം മുമ്പ് താൻ കൊതിച്ചിരുന്ന ആ ആഡംബര ലോകത്താണ് ഇന്ന് താൻ ഇരിക്കുന്നത്. പക്ഷേ അന്നത്തെ ആ അഹങ്കാരമില്ല. പകരം വലിയൊരു കുറ്റബോധമാണ് ഇപ്പോൾ അവളുടെ ഉള്ളിൽ. പിൻസീറ്റിൽ അനന്തു മയക്കത്തിലായിരുന്നു. എയർ കണ്ടീഷണറിന്റെ തണുപ്പും ആഡംബര സീറ്റിലെ മൃദുത്വവും ആ കുഞ്ഞിന് പുതിയൊരു അനുഭവമായിരുന്നു. കൊച്ചിയിലെ രാഹുലിന്റെ വലിയ ഫ്ളാറ്റിലെത്തിയപ്പോൾ പ്രിയക്ക് അതൊരു കൊട്ടാരം പോലെയാണ് തോന്നിയത്. ലിഫ്റ്റിൽ കയറി മുകളിലെ നിലയിലെത്തിയപ്പോൾ അവൾക്ക് തന്റെ മുഷിഞ്ഞ സാരിയെ ഓർത്ത് നാണക്കേട് തോന്നി. രാഹുൽ, ഞാൻ ഇങ്ങോട്ട് വരാൻ യോഗ്യയല്ല. ഞങ്ങളെ ഏതെങ്കിലും ആശ്രമത്തിൽ വിട്ടാൽ മതി. നിന്റെ പദവിക്ക് ഞാനൊരു കളങ്കമാകും, പ്രിയ വിറയലോടെ പറഞ്ഞു. രാഹുൽ അവളെ ശാന്തമായി നോക്കി. പ്രിയ, 7 വർഷം മുമ്പ് നീ നോക്കിയത് പദവി മാത്രമായിരുന്നു. പക്ഷേ ഞാൻ നോക്കുന്നത് എന്റെ മകന്റെ ഭാവിയാണ്. അവന്റെ അമ്മയെ വേണം. നിനക്ക് നഷ്ടപ്പെട്ട സൗകര്യങ്ങൾ ഞാൻ തിരിച്ചു നൽകും. പക്ഷേ പഴയ ആ അഹങ്കാരം ഈ വീട്ടിൽ വേണ്ട. രാഹുലിന്റെ വാക്കുകളിലെ ഉറപ്പ് പ്രിയയെ നിശബ്ദയാക്കി. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ പ്രിയക്ക് വളരെ പ്രയാസമായിരുന്നു. രാവിലെ എഴുന്നേറ്റ് അവൾ വീട്ടുപണികൾ ചെയ്യാൻ തുനിഞ്ഞു. പഴയ പ്രിയയല്ല ഇന്നവൾ. രാഹുൽ അനന്തുവിനെ നഗരത്തിലെ ഏറ്റവും മികച്ച സ്കൂളിൽ ചേർത്തു. വില കൂടിയ വസ്ത്രങ്ങളും കളിപ്പാട്ടങ്ങളും അവന് ലഭിച്ചു. മണ്ണിൽ കളിച്ചു വളർന്ന ആ കുട്ടി ഇപ്പോൾ നിറങ്ങളുള്ള പുസ്തകങ്ങളുടെ ലോകത്തായി. രാഹുൽ എന്നും ഓഫീസിൽ നിന്ന് വന്നാലുടൻ അനന്തുവിനെ മാറോടണക്കും. പ്രിയയോട് അവൻ അധികം സംസാരിച്ചില്ലെങ്കിലും അവളുടെ ആവശ്യങ്ങളെല്ലാം അവൻ നിറവേറ്റി. പ്രിയ രാഹുലിന്റെ പിതാവ് രാമനെ പരിചരിക്കുന്നതിൽ അതീവ ശ്രദ്ധ കാണിച്ചു. പണ്ട് രാമൻ നൽകിയ ഭക്ഷണം തട്ടിമാറ്റിയവൾ ഇന്ന് അദ്ദേഹത്തിന്റെ മരുന്നും ഭക്ഷണവും കൃത്യസമയത്ത് നൽകി. ഒരു വൈകുന്നേരം രാഹുൽ വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച അവനെ അത്ഭുതപ്പെടുത്തി. പ്രിയ വരാന്തയിലിരുന്ന് രാമൻ പുസ്തകം വായിച്ചു കൊടുക്കുന്നു. അവളുടെ മുഖത്ത് പഴയ അഹങ്കാരമില്ല. പകരം ഒരു ശാന്തതയുണ്ട്. കഷ്ടപ്പാടുകൾ അവളെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റിയിരിക്കുന്നു. രാഹുൽ മനസ്സിലാക്കി, പണം കൊണ്ട് നേടുന്ന വിജയത്തെക്കാൾ വലുതാണ് ഒരു മനുഷ്യന്റെ മാറ്റം. പക്ഷേ പ്രിയയോടുള്ള തന്റെ പഴയ ദേഷ്യം പൂർണ്ണമായും മാറിയിരുന്നില്ല. ആ മുറിവ് ഉണങ്ങാൻ ഇനിയും സമയമെടുക്കും. കൊച്ചിയിലെ തിരക്കേറിയ ബാങ്ക് ജോലിയിലായിരുന്നപ്പോഴും രാഹുലിന്റെ മനസ്സിൽ ഒരു രഹസ്യ പദ്ധതി ഉണ്ടായിരുന്നു. പ്രിയയുടെ കുടുംബത്തിന്റെ തകർച്ചയ്ക്കും അവളുടെ ദാരിദ്ര്യത്തിനും കാരണമായ ആ പഴയ പുത്തൻ പുരക്കൽ തറവാട് കടം കാരണം ബാങ്ക് ലേലത്തിന് വെച്ചിരിക്കുകയാണെന്ന് വിവരം അവന് അറിഞ്ഞു. തറവാടിന്റെ പ്രതാപം നഷ്ടപ്പെട്ടെങ്കിലും പ്രിയയുടെ ഓർമ്മകളും കണ്ണീരും ആ മണ്ണിലുണ്ടായിരുന്നു. ഒരു രാത്രി മുഴുവൻ ആലോചിച്ച ശേഷം രാഹുൽ ഒരു തീരുമാനമെടുത്തു. പിറ്റേന്ന് തന്നെ രാഹുൽ ആ ഗ്രാമത്തിലേക്ക് തിരിച്ചു. തന്റെ വർഷങ്ങളായുള്ള സമ്പാദ്യവും ബാങ്കിൽ നിന്നുള്ള ലോണും ഉപയോഗിച്ച് ലേലത്തിൽ പങ്കെടുത്തു. പ്രമാണിയുടെ മകളായിരുന്നപ്പോൾ പ്രിയ അനുഭവിച്ച ആഡംബരത്തിന്റെ സ്മരണകൾ ഉറങ്ങുന്ന ആ വീട് രാഹുൽ സ്വന്തമാക്കി. ഒരാഴ്ചക്കുള്ളിൽ തറവാടിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത് പഴയ പ്രതാപത്തിലേക്ക് അവൻ അതിനെ എത്തിച്ചു. തിരികെ കൊച്ചിയിലെത്തിയ രാഹുൽ പ്രിയയെയും അനന്തുവിനെയും കൂട്ടി ഒരു യാത്ര പോകുന്നുണ്ടെന്ന് പറഞ്ഞു. കാർ പുത്തൻ പുരക്കൽ തറവാടിന് മുന്നിൽ ചെന്നു നിന്നു. തകർന്നു കിടന്നിരുന്ന ഗേറ്റ് ഇപ്പോൾ തിളങ്ങുന്നു. കാട് പിടിച്ച മുറ്റം വൃത്തിയാക്കി പൂന്തോട്ടമായിരിക്കുന്നു. കാറിൽ നിന്നിറങ്ങിയ പ്രിയക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. രാഹുൽ, ഇത്? അവൾ വിറയലോടെ ചോദിച്ചു. രാഹുൽ ആ വീടിന്റെ ആധാരം അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. പ്രിയ, 7 വർഷം മുമ്പ് നീ പറഞ്ഞിരുന്നു നീ ഈ കൊട്ടാരത്തിലെ രാജ്ഞിയാണെന്ന്. അന്ന് അഹങ്കാരം കൊണ്ട് നീ എന്നെയും എന്റെ അച്ഛനെയും ഈ പടിക്ക് പുറത്താക്കി. ഇന്ന് അതേ കൊട്ടാരം ഞാൻ നിനക്ക് തിരിച്ചു നൽകുന്നു. പക്ഷെ ഇത്തവണ ഇതൊരു പ്രമാണിയുടെ മകൾക്കുള്ള സമ്മാനമല്ല, മറിച്ച് തെറ്റ് തിരുത്തുന്ന എന്റെ ഭാര്യക്കുള്ള എന്റെ സ്നേഹമാണ്. രാഹുലിന്റെ വാക്കുകൾ കേട്ട് പ്രിയ പൊട്ടിക്കരഞ്ഞുപോയി. അവൾ ആ ആധാരം മാറോടണച്ചു. വേണ്ട രാഹുൽ, എനിക്ക് ഈ കൊട്ടാരം വേണ്ട. എനിക്ക് നിന്റെ ആ ചെറിയ വീട് മതി. ആഡംബരമാണ് എന്നെ അഹങ്കാരിയാക്കിയത്. ഈ വലിയ വീട് എന്നെ ഒരു കല്ല് പോലെ ആക്കിയിരുന്നു. നിന്റെ ആ കൊച്ചു കൂരയാണ് എന്നെ ഒരു മനുഷ്യനാക്കിയത്, പ്രിയ തേങ്ങിക്കൊണ്ട് പറഞ്ഞു. അവളുടെ വാക്കുകളിലെ മാറ്റം രാഹുലിനെ അത്ഭുതപ്പെടുത്തി. അവളിപ്പോൾ പഴയ പ്രിയയല്ലെന്ന് അവൻ ഉറപ്പിച്ചു. രാഹുൽ പുഞ്ചിരിച്ചു. പ്രിയ, നമുക്ക് ഈ വീടിനെ ഒരു സ്വർഗമാക്കാം. പക്ഷെ നമുക്ക് വേണ്ടി മാത്രമല്ല, ഈ തറവാടിന്റെ പകുതി ഭാഗം നമുക്ക് ഈ ഗ്രാമത്തിലെ പാവപ്പെട്ട കുട്ടികൾക്കായുള്ള ഒരു വിദ്യാലയമാക്കി മാറ്റാം. മറ്റൊരു കുട്ടിയും അനന്തുവിനെ പോലെ വെയിലത്ത് വാടരുത്. പ്രിയ രാഹുലിന്റെ കൈകൾ മുറുകെ പിടിച്ചു. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ നന്ദിയും സ്നേഹവും മാത്രമായിരുന്നു. സ്നേഹം കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രതികാരമായിരുന്നു രാഹുൽ അവിടെ പൂർത്തിയാക്കിയത്. ആ ഗ്രാമം ഒരു വലിയ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു.
ഒരിക്കൽ തകർന്നിടിഞ്ഞു കിടന്നിരുന്ന പുത്തൻ പുറക്കൽ തറവാടിന്ന് ഒരു പുതിയ രൂപത്തിൽ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. രാഹുലിന്റെയും പ്രിയയുടെയും തീരുമാനപ്രകാരം ആ വലിയ മാളികയുടെ ഒരു ഭാഗം രാമൻ സ്മാരക വിദ്യാലയം, മറുഭാഗം ഒരു സൗജന്യ ക്ലിനിക്കുമായും മാറി. ഗ്രാമത്തിലെ പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാനും രോഗികൾക്ക് ചികിത്സിക്കാനും ഇന്ന് ആ തറവാടിന്റെ വാതിലുകൾ തുറന്നു കിടക്കുന്നു. ഈ മാറ്റം കണ്ട ഗ്രാമവാസികൾ അത്ഭുതപ്പെട്ടു. ഒരിക്കൽ രാഹുലിനെ പരിഹസിച്ചവർ ഇന്ന് അവനെ കാണുമ്പോൾ ബഹുമാനത്തോടെ കൈകൂപ്പി. മാനേജർ സാർ വെറും ഒരു പണക്കാരനല്ല, വലിയൊരു മനുഷ്യനാണ് ഇന്ന് അവർ പരസ്പരം പറഞ്ഞു. പ്രിയയുടെ മാറ്റമായിരുന്നു അവരെ ഏറെ ഞെട്ടിച്ചത്. പണ്ട് പട്ട് സാരി എടുത്ത് തല ഉയർത്തി നടന്ന പ്രമാണിപുത്രി ഇന്ന് ലളിതമായ വസ്ത്രം ധരിച്ച് വിദ്യാലയത്തിലെ കുട്ടികളെ പഠിപ്പിക്കുന്നു. അവൾ ഓരോ കുട്ടിയെയും സ്വന്തം മകനെ പോലെ കരുതി. ഒരു വൈകുന്നേരം രാഹുൽ സ്കൂളിന്റെ വരാന്തയിൽ ഇരുന്ന് കുട്ടികൾ കളിക്കുന്നത് നോക്കി നിൽക്കുകയായിരുന്നു. പ്രിയ അവന്റെ അടുത്തേക്ക് വന്നു. അവളുടെ കൈകളിൽ പഴയ ഒരു തുണിപ്പൊതി ഉണ്ടായിരുന്നു. രാഹുൽ അത്ഭുതത്തോടെ ചോദിച്ചു, ഇതെന്താണ് പ്രിയ? പ്രിയ ആ പൊതി പതുക്കെ തുറന്നു. അതിൽ അവൾ പണ്ട് എരുമകളെ മേയ്ക്കുമ്പോൾ ധരിച്ചിരുന്ന മുഷിഞ്ഞതും കീറിയതുമായ ആ പഴയ സാരിയായിരുന്നു. രാഹുൽ, ഇത് ഞാൻ സൂക്ഷിച്ചു വെക്കാൻ പോവുകയാണ്, പ്രിയ ശാന്തമായി പറഞ്ഞു. എന്തിനാണ് ഈ പഴയ തുണി? രാഹുൽ ചോദിച്ചു. പ്രിയ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ജീവിതത്തിൽ പണവും പദവിയും വരുമ്പോൾ എനിക്ക് വീണ്ടും പഴയ അഹങ്കാരം വരാതിരിക്കാൻ ഇതെന്നെ സഹായിക്കും. ഞാൻ വെയിലത്ത് വാടിയതും വിശന്നതും ഈ തുണി എന്നെ ഓർമ്മിപ്പിക്കും. സുഖത്തിനിടയിൽ പഴയ ദുഃഖങ്ങൾ മറക്കാതിരിക്കാൻ ഇതൊരു പാഠമാണ്. എന്റെ ഈഗോയെ കൊന്നുകളയാൻ എനിക്കിത് വേണം. രാഹുലിന്റെ ഉള്ളിൽ പ്രിയയോടുണ്ടായിരുന്ന ആ അവസാന കയ്പും അലിഞ്ഞുപോയി. അവൾ പൂർണ്ണമായും ഒരു പുതിയ മനുഷ്യനായി മാറിയിരിക്കുന്നു. അനന്തു അപ്പോഴേക്കും കളിച്ചു കഴിഞ്ഞു വന്ന് രാഹുലിന്റെ മടിയിൽ കയറിയിരുന്നു. അച്ഛ, വലുതാകുമ്പോൾ എനിക്ക് അച്ഛനെ പോലെ ബാങ്ക് മാനേജർ ആകണം, അവൻ പറഞ്ഞു. രാഹുൽ ചിരിച്ചുകൊണ്ട് അവനെ ചേർത്തു പിടിച്ചു. മോനെ, മാനേജർ ആകുന്നതിനേക്കാൾ വലിയ കാര്യമുണ്ട് ഒരു നല്ല മനുഷ്യനാകുക എന്നത്. അതാണ് നിന്റെ അച്ഛൻ ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. രാത്രിയിൽ ആ പഴയ തറവാടിന്റെ മുറ്റത്ത് നിലാവിന്റെ വെളിച്ചം പടർന്നു. രാമൻ ഉമ്മറത്തിരുന്ന് മകനെയും മരുമകളെയും മകനെയും നോക്കി സംതൃപ്തിയോടെ പുഞ്ചിരിച്ചു. ദാരിദ്ര്യം കൊണ്ടുപോയ സന്തോഷമെല്ലാം ഇന്ന് സ്നേഹം കൊണ്ട് അവർ തിരിച്ചു പിടിച്ചിരിക്കുന്നു. എങ്കിലും ജീവിതം അവർക്കായി മറ്റൊരു പരീക്ഷണം കൂടി കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പഴയ തറവാടിന് ഇന്നൊരു പുതിയ ഗന്ധമാണ്, സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും ഗന്ധം. രാഹുലിന്റെയും പ്രിയയുടെയും ജീവിതം ഇപ്പോൾ ഒരു ശാന്തമായ പുഴ പോലെ ഒഴുകുകയാണ്. ഒരു കാലത്ത് അഹങ്കാരം കൊണ്ട് വിള്ളൽ വീണ ആ ബന്ധം ഇന്ന് പക്വതയുടെയും വിട്ടുവീഴ്ചയുടെയും പുതിയ തലത്തിലെത്തിയിരിക്കുന്നു. രാഹുൽ ബാങ്ക് ജോലിയിൽ നിന്ന് അവധിയെടുത്ത് തന്റെ ഗ്രാമത്തിലെ വിദ്യാലയത്തിന്റെയും ക്ലിനിക്കിന്റെയും കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഒരു വൈകുന്നേരം ആ പഴയ കുളക്കരയിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ രാഹുലും പ്രിയയും ആനന്ദവും ചേർന്ന് നടക്കുകയായിരുന്നു. ആകാശത്ത് ചുവപ്പ് നിറം കുളത്തിലെ വെള്ളത്തിൽ പ്രതിഫലിച്ചു. 7 വർഷം മുമ്പ് ഇതേ സ്ഥലത്ത് വെച്ചാണ് രാഹുൽ പ്രിയയെ ആ ദയനീയ അവസ്ഥയിൽ കണ്ടുമുട്ടിയത്. പ്രിയ രാഹുലിന്റെ കൈകൾ മുറുകെ പിടിച്ചു പറഞ്ഞു. രാഹുൽ, അന്ന് ആ റോഡിൽ വെച്ച് നീ എന്നെയും മകനെയും സ്വീകരിച്ചിരുന്നില്ലെങ്കിൽ ഞാൻ ഇന്നും ആ വെയിലിൽ ഉരുകിപ്പോയേനെ. നിന്റെ വിജയം എന്നെ തോൽപ്പിക്കാനല്ല, മറിച്ച് എന്നെ തിരുത്താനാണ് നീ ഉപയോഗിച്ചത്. രാഹുൽ പുഞ്ചിരിയോടെ ദൂരേക്ക് നോക്കി. പ്രിയ, കാലം നമ്മെ ശിക്ഷിക്കുകയല്ല, മറിച്ച് നമ്മെ മികച്ച മനുഷ്യരാക്കാൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നീ പോരാടി, ഞാൻ കാത്തിരുന്നു. ഇന്ന് നമ്മൾ ഇവിടെ നിൽക്കുന്നത് വെറും ഒരു ഭാഗ്യം കൊണ്ടല്ല, മറിച്ച് തെറ്റുകൾ പൊറുക്കാനുള്ള നമ്മുടെ മനസ്സുകൊണ്ടാണ്. രാഹുലിന്റെ വാക്കുകൾ കേട്ട് പ്രിയയുടെ കണ്ണുകൾ നനഞ്ഞു. അനന്തു അടുത്തു തന്നെ പൂമ്പാറ്റകളെ പിടിക്കാൻ ഓടി നടക്കുന്നുണ്ടായിരുന്നു. ആ ഗ്രാമം മുഴുവൻ ഇന്ന് അവരെ സ്നേഹിക്കുന്നു. പണ്ട് പ്രമാണി എന്ന് വിളിച്ചിരുന്ന രാഘവൻ നായരുടെ മകൾ ഇന്ന് അവർക്ക് പ്രിയ ടീച്ചറാണ്. രാഹുൽ അവർക്ക് വെറും ഒരു ബാങ്ക് മാനേജർ അല്ല, മറിച്ച് തങ്ങളുടെ കഷ്ടപ്പാടുകളിൽ കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ടവനാണ്. ദാരിദ്ര്യം കൊണ്ടോ പണം കൊണ്ടോ അളക്കാൻ കഴിയാത്ത ഒന്നാണ് മനുഷ്യത്വം എന്ന് ആ ഗ്രാമം അവരിൽ നിന്ന് പഠിച്ചു.